ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് സലാലയിലാണ്. സലാലയിൽ നമ്മളിപ്പോൾ ഉള്ളത് ഹാഫയിലാണ്. ഹാഫയിലെ തോട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അളിയൻ്റെ പേരെന്താ? അനീഫ് അളിയൻ്റെ തോട്ടമുണ്ട്. അനീഫ് അളിയെന്ന് അളിയാളിയെന്ന് വിളിക്കുന്നത് നമ്മുടെ ഈ സുഹൃത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെതാണ്. അപ്പോൾ നമ്മുടെ അളിയനാണ്, നമ്മളും കൂടെ അളിയനാണ്. നാട്ടിലെ സെയിം വൈബാണ്, എനിക്ക് കാണാൻ സാധിക്കും. വരും ഏതാ മനുഷ്യ. ഇത് വാഴത്തോട്ടാണ്. വാഴയ്ക്ക് വീണെടുക്കുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട്. കാറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാഴയ്ക്ക് വീണെടുക്കുന്നത്. പപ്പായാണ് നിൽക്കുന്നതൊക്കെ. ഇത് ഷെഫീർ അളിയാ, ഇത് ഇപ്പോൾ സീസണായാ? റോബസ്റ്റ് എനി ടൈം ഉണ്ടാവും അല്ലേ? മാഷാ അല്ലാ. ഇത് ഏകദേശം ഖരീഫിൻ്റെ സമയമാകുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാവും. ആ ഒരു രീതിയിലാണ് പപ്പായ മൊത്തം വെച്ചിട്ടുള്ളത് അല്ലേ? ഖരീഫിൻ്റെ സമയത്തേക്ക് റെഡി ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ. കാറ്റ് അടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാഴ വീണിട്ടുള്ളത് അല്ലേ? എന്തായാലും മാഷാ അല്ലാ. മറ്റേ വെട്ടാനായിട്ടുള്ള കൊലകളാണല്ലോ വീട്ടിൽ. മൂപ്പ് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ വെട്ടാൻ പോകണാണല്ലേ? മാഷാ അല്ലാ. ഇതിപ്പോൾ ഏകദേശം എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും? 7 കിലോൻ്റെ അടുത്തുണ്ടാവും അല്ലേ? ഇത് നാടൻ ഫ്രഷ് സാധനമാണ്. ഒരു കെമിക്കലും. ഇത് ഏത് വർഗ്ഗമാണെന്ന് പറയുന്നത്? മൈസൂർ പഴം. നമ്മുടെ നാട്ടിലെ ചെറുപഴം എന്ന് പറയുന്ന മൈസൂർ പഴമാണ് ഇതല്ലേ? ഓക്കെ. ഇതിപ്പോൾ ഇന്നലെ കാറ്റിൽ വീണിട്ടുള്ളതാ? പക്ഷെ അത് ഓൾറെഡി മൂപ്പായിട്ടുണ്ട്, വെട്ടാണ്ടായിക്കണല്ലേ? മൂപ്പൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇത് പച്ചക്കായ അല്ലേ ഇത് നാട്ടില്? ഇവിടെ എന്ത് പേര് പറയുന്നതിന്? ഫിലിപ്പിനിക്കായ. ഓക്കെ. ഇതിന് എങ്ങനെ ഡിമാൻഡ് സമയം എപ്പോഴാണ് ഇതിന്റെ? ഇതിന് ഇവിടെ നല്ല വിലയാണ്. നമ്മളവിടെ അത്ര വില ഉണ്ടാവില്ല, ഇവിടെ നല്ല വിലയാണ് ഇതിനല്ലേ? പച്ചക്കായ, നമ്മുടെ നാട്ടിലെ പച്ചക്കായാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പച്ചക്കായാണിത്. അടിപൊളി സാധനം, പൊളപ്പൻ സാധനം. ഇതില്ല നാട്ടിൽ പോലെ ഇതിവിടെ അധികം വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഇതിനെ കൊണ്ടു നടക്കുന്നത് അല്ലേ? നമ്മുടെ സലാലയിൽ നമ്മൾ അനീഫ അളിയൻ്റെ തോട്ടത്തിലാണുള്ളത്. അനീഫ അളിയൻ്റെ അളിയനാണിത്. ഇത് നമ്മുടെ സുഹൃത്താണ് ഷെഫീർ. നമ്മുടെ നാട്ടുകാരനാണ്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ചാവക്കാട് മന്നലാവുന്ന് നമ്മൾ വെളിയങ്കോട്ടുകാരനാണ്. അടുത്ത ഞങ്ങൾ റോബസ്റ്റ് വെട്ടാനുള്ള പരിപാടിയിലാണ്. പഴുത്തു തുടങ്ങിക്കണല്ലേ സംഭവം? കാക്കകളെ കൊത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ അടുത്ത റോബസ്റ്റാണ് വെട്ടുന്നത്. റോബസ്റ്റ്. മാഷാ അല്ലാ. സത്യം പറഞ്ഞാൽ ഇത് പലരും പല തോട്ടങ്ങളിലും പലതും വെട്ടുന്നതൊക്കെ നമുക്ക് ചാനലുകളിലും വീഡിയോയിലും അല്ലെങ്കിൽ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും നാട്ടിലായിരിക്കും നമ്മൾ കാണുന്നത് ലൈവ് കാഴ്ചകൾ, നമ്മളെപ്പോലുള്ള ആളുകൾ. അത് ഇവിടെ നമ്മുടെ നാടിൻ്റെ അതേ ഫീലിൽ അത് എന്താ പറയുക മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സമാധാനം തരുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് സലാല വന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വന്ന ആർക്ക് വേണമെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടാം. ഇത്തരം കാര്യങ്ങൾ കാണാനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധം. പപ്പായ കണ്ടില്ലേ, പഴുത്തൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് പപ്പായ. പിന്നെ ഈ കാണുന്നത് ഇവിടെ നമ്മളെ നാട്ടിലും ഉണ്ടാവില്ല, ഇവിടെ ഇവിടെ ഉണ്ടാവില്ല. ഏതാണ് ഈ നീളത്തിനുള്ള കാണുന്നത്? ഏതാണ് നോക്കട്ടെ. പ്രത്യേകത ഉള്ള പഴമാണിത്. ഓക്കെ. ഉണ്ടാവും, പക്ഷെ ഇതൊരു പച്ചക്കായ മോഡൽ ടൈപ്പ് സാധനമാണ്. പക്ഷെ ഇതിന് ഞങ്ങൾ ഇവിടെ പറയണത് ബംഗാളിപ്പഴം എന്നാ പറയാറ്. ബംഗാളിപ്പഴം അല്ലേ? ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് പഴുത്ത് കഴിഞ്ഞാല്. ഈ പഴം അല്ലേ ബംഗാളിപ്പഴം എന്നാണ് ഇവിടെ പറയാ. വിറ്റാമിന് എ തൊട്ട് Z വരെ ഉണ്ട് ഇതില്. അതെ. ഓക്കെ. അപ്പോൾ ബംഗാളിപ്പഴം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അല്ലേ? വേറെ പഴത്തിൽ തന്നെ വെറൈറ്റികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ച കളറല്ല, ഒരു ഗ്രീൻ കളർ, വൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന കളറാണ്. അത് നമ്മുടെ നാട്ടിലെ മൈസൂർ, നാടൻ മൈസൂർ പഴം, ചെറുപഴം എന്നൊക്കെ പറയാം. നമ്മളെ മൈസൂർ പഴം ആയിട്ടുള്ള ഒരു വൈബ് തന്നെയാണ് ഇതിൽ കൂടെ നടന്നുള്ള പോക്കുകളൊക്കെ. യാത്തിങ്ങനെ നടക്കുക എന്ന് പറയുന്നതൊക്കെ രസമാട്ടോ അതിൽ കാണാൻ. നാടൻ കാക്ക ഏതാ വൈബ് പൊളിയല്ലേ. പപ്പായ വെട്ടി ചെയ്യ്.
മച്ചാനെ അതിൻ്റെ ഉള്ളിൽ പപ്പായ പൊട്ടിച്ചോണ്ടിരിക്കണേ. എന്താ വരണത് ഫ്രഷ് പപ്പായ പഴുത്ത് നിൽക്കുന്നത് കാണിച്ചു തരാൻ വിളിച്ചിട്ടുണ്ട്. പോയോ കേട്ടെ ഇവിടെ ഫ്രഷ് പപ്പായ പഴുത്ത് നിൽക്കണോ പോലെ. എങ്ങനെ കാണണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അയ്യോ മാഷാ മാഷാ. ഫ്രഷ് പപ്പായ പഴുത്ത് നിൽക്കുന്ന ഫ്രഷ് പപ്പായ. ഏതാ സാധനം നോക്ക്, ഏതാ നോക്ക്. ഒരു കംപ്ലൈൻ്റ് ഇല്ല, വിഷാംശങ്ങളൊന്നും ഇല്ലാതെ തികച്ചും നാച്ചുറൽ രീതിയിൽ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ആ വിഷം തെളിച്ച സാധനം എന്നല്ല, തികച്ചും നാച്ചുറൽ. സലാലയുടെ മുത്തുമണി എന്ന് പറയാ, മുത്തുമണി, സലാലയുടെ മുത്തുമണി. സലാലയിലാണ് ഇതൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ റിയൽ സാധനം, നാച്ചുറൽ സാധനം കഴിക്കണമെങ്കിൽ അത് സലാലയിലേക്ക് തന്നെ വരുന്നത്. സലാലയുടെ സ്വന്തം പപ്പായകളാണ്. ഇനിയുണ്ട് സാധനം എടുത്തുകൊണ്ടിരിക്കണം മച്ചാന്. ഇതൊക്കെ ഞങ്ങളെ സ്വന്തം ആവശ്യത്തിന് കിട്ടും. അതെനിക്ക് കൊണ്ടുപോകാനും അവനക്ക് കൊണ്ടുപോകാനൊക്കെ കൂടിയിട്ട് പൊട്ടിക്കണം, ഞങ്ങളെ സ്വന്തം അളിയൻ്റെ തോട്ടത്തിൽ നിന്ന്. അപ്പോൾ സലാലയിലെ മറ്റൊരു തോട്ടത്തിലെ മറ്റൊരു വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങളെ സപ്പോർട്ടിങ് ഉണ്ടാവണം. നിങ്ങളെ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ സലാലയിൽ നിന്നുള്ള കുറേ വീഡിയോസ്, ഓരോ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഗായ്സ്.